എല്ലാവർക്കും എൻ്റെ നന്ദി പറയുന്നു. ഞാൻ ഇപ്പോൾ ഇതെൻ്റെ 6ാമത്തെ വർഷമാണ് എൻ്റെ ക്രിക്കറ്റ് കരിയറിൽ. ഇവിടം വരെ എത്തിയത് കുറേ ഹാർഡ് വർക്ക് കാരണമാണ്. ഇതിൻ്റെ പിന്നിലും ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്ന അമൽ സാറാണെങ്കിലും ഇവിടെ എത്തിയിട്ട് KCAൻ്റെ അണ്ടറിലുള്ള നമ്മുടെ വയനാട് അക്കാഡമിയിലാണ് ഞാൻ വളർന്നു വന്നത്. മച്ചാൻ സാറ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സാറാണ് മച്ചാൻ സാറ്. എനിക്ക് സന്തോഷമുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ എത്തി അവരെയൊക്കെ പ്രൗഡാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ എപ്പോൾ ചോദിച്ചാലും എനിക്ക് ഗ്രൗണ്ട് തരുന്നത് ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളും. എനിക്ക് എപ്പോൾ ചോദിച്ചാലും എനിക്ക് ഗ്രൗണ്ട് അവർ സജീവമാക്കി തരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ വിജയത്തിനൊക്കെ കാരണം ഇതൊക്കെ തന്നെയാണ്. എല്ലാവരോടും ഈ അവസരത്തിൽ എനിക്ക് നന്ദിയാണ് പറയാറുള്ളത്. എല്ലാവരെയും പ്രൗഡാക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അക്കാഡമി ആണെങ്കിലും അജ്നാൻഡി, റീന മാം, എൻ്റെ സ്വന്തം റീന മാം, അങ്ങനെ പറയാം, എൻ്റെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സ്. ഇവിടുന്ന് ആദ്യം തന്നെ ഒരു ഇന്ത്യ ലെവൽ, ഹയർ ലെവൽ കാണിച്ച് നമുക്കൊക്കെ മാതൃകയാണ് നജിലാത്ത, പാത്തുത്താത്ത. ഇവിടെ എൻ്റെ ആളെ കാണാനില്ല. ഞങ്ങൾക്കൊക്കെ മാതൃകയായതാണ്. അത് കഴിഞ്ഞിട്ട് മിന്നേച്ചി വന്നു, സജിനേച്ചി വന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോ പ്രതീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നമുക്ക് കയറാമെന്നുള്ള പ്രതീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെ എല്ലാവരും ഇവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ പുറകിൽ ഒരുപാട് കൈകളുണ്ട് ഞാൻ ഇവിടെ വരെ എത്താനുള്ളതിന്. എൻ്റെ മാതാപിതാക്കളായാലും എൻ്റെ ചേച്ചി, ഇവരൊക്കെ എൻ്റെ സപ്പോർട്ട് സിസ്റ്റമാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട എൻ്റെ കോച്ചസിനെ കുറിച്ചാണ്. എനിക്ക് എൻ്റെ ചെറുപ്പം തൊട്ട് ഇവിടം വരെയുള്ള എനിക്ക് കോച്ചിങ് തന്നത് ജച്ചിൻ സാറും ദീപ്തി മിസ്സുമാണ്. ദീപ്തി മിസ് ഈ അവസരത്തിലൂടെ ഇല്ല. ഇപ്പം ആണെങ്കിൽ അക്കാഡമിയിലുള്ള ജിലി മിസ് ആയാലും എല്ലാവരും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് കോച്ചസ് എൻ്റെ കരിയറിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാവരും എൻ്റെ ഈ വിജയത്തിന് അർഹതപ്പെട്ടവരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ വരെ എത്തിയാലും നിങ്ങളൊക്കെ ഇവിടെ വരെ വന്നതിലും എൻ്റെ ഇത് കാണാൻ വേണ്ടി എല്ലാവരും വന്നതിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ KCAൻ്റെ അണ്ടറിലാണ് ഞാൻ ഇവിടെ വരെ വളർന്ന് വന്നിട്ടുള്ളത്. KCA സെക്രട്ടറി വിനോദ് സാറാണേലും ഒരുപാട് സപ്പോർട്ടാണ്. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. എൻ്റെ മോൾക്ക് അണ്ടർ 9 വിഭാഗത്തിൽ കളിക്കാനുള്ള ഒരു അവസരം കൈവന്നുകൊണ്ടാണ്. അത് വേൾഡ് കപ്പിലാണ് കളിച്ചത്. എൻ്റെ മോളെ ഇന്ത്യൻ ജേഴ്സിയിൽ കാണാൻ കഴിഞ്ഞ് എന്നൊരിക്കലും വിശ്വസിച്ചത്, അങ്ങനൊരു പ്രതീക്ഷയില്ലായിരുന്നു. ആ പ്രതീക്ഷ മനസ്സിലുണ്ടാകാൻ കാരണം നമ്മുടെ എല്ലാം ഭയങ്കരിയായ മിന്നുമണി ഇന്ത്യൻ ടീമിലേക്ക് വന്നപ്പോഴാണ്. ആ നിമിഷം തൊട്ട് എൻ്റെ മനസ്സിലും തോന്നിയ ഒരാഗ്രഹമാണ് എൻ്റെ മകളെ ഒന്ന് ഇന്ത്യൻ ജേഴ്സി കാണാൻ പറ്റുമോ ഇല്ലയോ. ഏതായാലും അത് സാധിച്ചു. എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ കൃഷ്ണഗിരി അക്കാദമി, ഇന്ത്യൻ ചെയ്ത ഒരു അക്കാദമി അല്ലേ. 3 താരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ 4ാം തരമാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. വയനാട് മിഷൻ്റെ റിപ്പോർട്ട് വന്നു. ശിവ് സാർ എന്നോട് ചോദിച്ചു, ആദ്യമായിട്ട് നോക്കുന്ന ബാറ്റുമായി കൊടുത്തത്. ഞാൻ പറഞ്ഞു, അങ്ങനൊരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. അവൾക്ക് കളിക്കാനുള്ള ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നത് KCAയും കൃഷ്ണഗിരി അക്കാദമിയാണ്. എൻ്റെ അധ്വാനം വട്ടപൂജയാണ്. ഞാൻ ചെയ്തേക്കുന്നത് വാക്കുകൊണ്ടുള്ള സപ്പോർട്ട് മാത്രമാണ്. എന്നെ കൊണ്ട് അതേ കഴിയുമായിരുന്നുള്ളൂ. 2 വർഷം മുമ്പ് മിന്നുമണിയുടെ സ്വീകരണ ചടങ്ങിന് പുതിയ ബസ് സ്റ്റാൻഡിൽ കൽപ്പറ്റയിൽ ഞാൻ പോയിരുന്നു എൻ്റെ വൈഫിൻ്റെ കൂടെ. അന്ന് മിന്നുമണിയുടെ അച്ഛനും അമ്മയും വേദിയിലുണ്ട്. അന്ന് മച്ചൻ സാറിൻ്റെ വൈഫ് റീനാമ്മ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അടുത്തതായി നിങ്ങളാണ് ഇവളെ വേദിയിൽ ഇരിക്കേണ്ടതെന്ന്. ആ വാക്കിപ്പോൾ സാധിച്ചിരിക്കുകയാണ് ഇവിടെ. പിന്നെ എല്ലാ പോസ്റ്റിലും കൃഷ്ണഗിരിയെക്കുറിച്ച് ഒരു പോസ്റ്റ് മച്ചാൻ സാർ ഇടുകയാണെങ്കിൽ അവസാനം ഒരു വാക്ക് ഇപ്പോഴും ഞാൻ കേൾക്കും. അവസാനമായി യോഷിത. മച്ചാൻ സാറിൻ്റെ ആ വാക്കും ഇന്നിവിടെ സഫലമായിരിക്കുകയാണ്. എനിക്ക് അറിയാവുന്ന ഭാഷയിൽ, ഹൃദയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ കൃഷ്ണഗിരി അക്കാദമിയോടും കേരള ക്രിക്കറ്റ് അസോസിയേഷനോടും അവളുടെ കോച്ചുമാരായ ദീപ്തിയോടും ജസ്റ്റൻ ഫെർണാണ്ടസ് സാറിനോടും അവളെ ക്രിക്കറ്റിലോട്ട് എത്തിച്ച അമൽ ബാബുവിനോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി നമ്മുടെ ഈ അക്കാദമിയിൽ നിന്ന് ഒരുപാട് മക്കൾ ഇന്ത്യൻ ക്രിക്കറ്റിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നൊരു വാക്ക് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ഈ അവസരത്തിൽ. ഇതിനായി പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി എന്നൊരു വാക്ക് മാത്രം. ജോഷിത, അതുപോലെ അക്കാദമിയിലെ ക്രിക്കറ്റ് താരങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, വളരെയധികം സന്തോഷം തോന്നുന്നു. ഇപ്പോൾ 3 കുട്ടികളാണ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സായി മാറിയത് ഈ കൃഷ്ണഗിരി ഗ്രൗണ്ടിൽ നിന്നാണ്.
ഇനിയും ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ ഇതൊരു പ്രചോദനമായി. ഇപ്പോൾ കേരള ടീമിൽ ഏകദേശം 8ഓളം കുട്ടികൾ വയനാടിനെ പ്രതിനിധീകരിക്കുന്നു. വരും കൊല്ലങ്ങളിൽ ഇന്ത്യൻ ടീമിനെ ഒരു 10 പ്ലെയേഴ്സെങ്കിലും വയനാട്ടിൽ നിന്ന് പ്രതിനിധീകരിക്കണം എന്നാണ് നമുക്ക് ആഗ്രഹം. അത് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ പ്രയത്നം. ഇപ്പോൾ ഈ ജോഷിതയുടെ ഫാദർ ഇവിടെ വളരെ വികാരമായിട്ട് പറഞ്ഞു, അദ്ദേഹം ആഗ്രഹിച്ചു, അത് നടന്നതിൻ്റെ ഒരു ബലമാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാ പാരൻസും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അവരവരുടെ കുട്ടികളെ നമ്മുടെ ഈ ഉന്നത സ്ഥാനങ്ങളിൽ, ഈ കൃഷ്ണഗിരിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഉന്നത സ്ഥാനം കിട്ടുമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് തെളിവായിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പരിപാവനമായ ഈ ഗ്രൗണ്ടിൽ കളിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിച്ചതിൽ അത് ഉപയോഗപ്പെടുത്താനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്താം. 80കളിലെ വയനാടിൽ അന്നത്തെ കളിക്കാർ, നേരത്തെ നാസർ മച്ചാൻ പറഞ്ഞുകൊണ്ട് പറയാണ്, രജിത്തിൻ്റെ കുട്ടികളാണ് ഇവിടെ വന്നിരുന്നത്. രജിത്തിനെ പോലെയും ഗോപനെ പോലെയും അന്ന് ഇതിനേക്കാൾ സ്പിരിറ്റിൽ കളിക്കുന്ന കുട്ടികൾക്ക് ഒരു ചാൻസും ഇല്ല. അന്ന് കണ്ണൂരായിട്ടോ കോഴിക്കോടായിട്ടോ കളിക്കണം പറയുമ്പോഴേക്ക് തന്നെ തോറ്റ രീതിക്കുള്ള പ്രകടനം പോയി. ഇന്ന് വയനാട്ടിലെ കുട്ടികൾ സൗത്ത് ആഫ്രിക്കയിലെയും ഓസ്ട്രേലിയനെയും ഒക്കെ അടിച്ചു വീഴ്ത്തുന്ന കാണുമ്പോൾ വളരെയധികം സന്തോഷം ക്രിക്കറ്റർ എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ വരികയാണ്. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാം. നാസർ മച്ചാൻ്റെ മാനേജറായിട്ടുള്ള ടീം നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. കേരള രഞ്ജി ട്രോഫി ടീം. തീർച്ചയായിട്ടും ഇക്കൊല്ലം മച്ചാൻ ആ ട്രോഫി കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. രഞ്ജി ട്രോഫി പോലും കേരള ടീം അടിച്ച് നേടും എന്നുള്ള അതിന് എല്ലാ അനുഗ്രഹങ്ങളും ആ ടീമിനും. അതിൻ്റെ സ്പിരിറ്റ്, ഒരു ടീമിൻ്റെ സ്പിരിറ്റ് അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണുള്ളത്. യാതൊരു പ്രശ്നവുമില്ലാതെ ആ ടീമിനെ കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നാസർ മച്ചാനുണ്ട്. തീർച്ചയായിട്ടും അതും ഒരു മിഡാസിൻ്റെ ടച്ച് പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ഇതുപോലത്തെ സ്വീകരണങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നൽകുവാനുള്ള ഒരു സാഹചര്യം ഈ ക്രിക്കറ്റ്, ഈ കൃഷ്ണഗിരി, ഈ ഫ്ലഡ് ലൈറ്റ് എല്ലാത്തും കൂടി നേടട്ടെ എന്ന് മാത്രം സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കണ്ട നേട്ടങ്ങൾക്കെല്ലാം കാരണം ആയി ഭവിച്ചിട്ടുള്ളത് നമ്മൾ ഈ ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ ഗ്രൗണ്ടിന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ വിജയത്തിലും ഈ അച്ചീവ്മെൻറ്റ്സിലെല്ലാം നല്ല പങ്കുണ്ട്. ഇനിയും കൂടുതൽ താരങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ റെജിയും രഞ്ജിനിയും ഇന്ത്യയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് 4 ഇന്ത്യൻ താരങ്ങൾ ആദരിക്കേണ്ടി വരും. കാരണം ആ തരം കാലിബറുള്ള പിന്നെ 3 കുട്ടികളാണ് റെജീൻ്റെ 3 മക്കളും. കാരണം എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. എൻ്റെ എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ അണ്ടർ-9 വേൾഡ് കപ്പ് അടിക്കാൻ പോകുന്നത് അവളായിരിക്കും. എനിക്ക് ഓൾറെഡി അറിയുന്ന കാര്യമായിരുന്നു. ഞാൻ എന്താ പറയുക, എനിക്കൊരു അതിശയമായിട്ടൊന്നുമില്ല അവൾ ടീമിലുള്ളത്. കാരണം ഓൾറെഡി ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഞാൻ ആ വേൾഡ് കപ്പ് എടുത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓരോ വേൾഡ് കപ്പ് പൊക്കുമ്പോൾ ഒരു മലയാളി ഉണ്ടാവുമെന്നാണ് പറയാറ്. അതുപോലെ ഈ വേൾഡ് കപ്പ് പൊക്കാൻ അവളുണ്ടായിരുന്നു. ഇനി അടുത്ത വേൾഡ് കപ്പ് പൊക്കാൻ നമ്മളെ ഈ വയനാട് അക്കാഡമിയിൽ നിന്ന് തന്നെ ഒരു പ്ലെയറും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.